ഇപ്പോഴും മാത്യു കുഴൽനാടൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ശരിവെക്കുന്ന അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ അകത്ത് ആർക്കും ഡിസ്പ്യൂട്ട് ചെയ്യാത്ത, ആരും നിഷേധിക്കാത്ത, വീണ വിജയൻ അടക്കം നിഷേധിക്കാത്ത ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കരിമണൽ കമ്പനിയിൽ നിന്നും പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ അവർ കോടിക്കണക്കിന് രൂപ വാങ്ങി, ഇപ്പോഴത്തെ കണക്കച്ച് 2,72,00,000 അല്ലെങ്കിൽ 2 കോടിയോളം രൂപ വാങ്ങിയതായി ബാങ്കിങ് ചാനലിലൂടെ വാങ്ങിയതായിട്ടുള്ള രേഖ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രൊസീഡ്സ് ബാക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ, 50 ലക്ഷം രൂപ മറ്റൊരു ലോണിൻ്റെ പേരിൽ വാങ്ങിയതായിട്ടും അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലോൺ തിരിച്ചടച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ആ പൈസ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഏത് രൂപത്തിലാണ് അവർ വെച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ ഇവർ ഡിക്ലെയർ ചെയ്ത ഓർണമെൻറ്റ്സും ഗോൾഡും ഒക്കെ അത്രയും തന്നെയുള്ളൂ, അത് കൂടാത്തതുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകളായിട്ടോ ഡോക്യുമെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ FD ആയിട്ടോ ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ലോക്കർ അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന റൈറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന എന്ന് വേണം കാണാൻ. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോൾ ഇതിൻ്റെ അഴിമതിയുടെ ആസ്പെക്റ്റിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. 2.72 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് നിഷേധിക്കുകയാണ് അവർ. അല്ല, അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അത് ബാങ്കിങ് ചാനലിലൂടെ ബാക്കിയുള്ളവരുടെ കേസ് പോലെ അല്ല ഇത്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത. അതായത് അവർ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി വാങ്ങിയതായതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല. അതിനിപ്പോൾ അവർ ഓൾറെഡി ഇവർക്ക് നൽകിയതായിട്ടാണ് CMRLൻ്റെ ബുക്സിലുള്ളതും ഇവർ റിസീവ് ചെയ്തതായിട്ട് ഇവരുടെ ബാങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിന് പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ആ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് CMRLൻ്റെ MD അടക്കമുള്ളവരുടെ മുൻകാല മൊഴിയുണ്ട്. ഇപ്പോൾ അവർ മാറ്റി പറഞ്ഞാലും ഇനി അതുകൊണ്ട് കാര്യമില്ല. അപ്പം സേവനം നൽകാതെയാണ് ഈ പണം വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. ഇനി അത് ഇല്ലെന്ന് നിഷേധിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആവശ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റിലേക്കൊക്കെ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അറസ്റ്റ് വേണമോ വേണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഒരു ഡിസ്ക്രിഷനാണ്. അത് എല്ലാ ഘട്ടങ്ങളിലും അവർ അറസ്റ്റിലേക്ക് പോയിക്കൊള്ളുന്നില്ല. അറസ്റ്റ് അനിവാര്യമായി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അറസ്റ്റിന് ശ്രമിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർമൽ കേസിൽ ഇൻവെസ്റ്റിഗേഷനുമായി കോപ്പറേറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷനുമായി എല്ലാം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ കേസുകളിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റിന് പോകാറില്ല. പക്ഷേ നിർണായകമായ ഏതെങ്കിലും റിക്കവറിയോ നിർണായകമായ ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. നോർമലായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ അവർ അതിനോട് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ അറസ്റ്റ് അനിവാര്യമായിട്ട് വരും. അപ്പം കാത്തിരുന്ന് കാണാം. ആദ്യഘട്ടത്തിൽ CPM വീണയ്ക്ക് വേണ്ടി നടത്തിയൊരു പ്രതിരോധം ഇപ്പോഴില്ല. അത് വീണ നേരിടട്ടെ എന്നുള്ള ഒരു ലൈനിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. അല്ല, ഇത് ആദ്യം ഇപ്പോൾ ഒരുപക്ഷെ അനുഭവത്തിൽ നിന്ന് CPM പഠിച്ചാണെന്ന് അറിയില്ല. ഞാൻ ആ വിഷയം ആദ്യം ഉന്നയിച്ചപ്പോൾ വീണയോ അല്ലെങ്കിൽ എക്സാലോജി കമ്പനിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതിൽ ഇടപെട്ടവരോ ഒരു ഡിഫൻസ് പറയുന്നതിന് മുമ്പ് ഇതിന് പ്രതിരോധം തീർക്കാൻ വന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു. എനിക്ക് അറിയില്ല CPMൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സാമ്പത്തിക ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ന്യായീകരണമായിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പത്രക്കുറിപ്പിലൂടെയാണ് അന്നു മുതൽ ഇവർ തുടങ്ങിയത്. അന്നു മുതൽ ഈ കഴിഞ്ഞ ദിവസം അവസാനത്തെ എപ്പിസോഡ് വരെ CPM എന്ന പാർട്ടിയാണ് ഈ വിഷയത്തിൽ വീണയെ ഡിഫെൻഡ് ചെയ്യാൻ നിന്നിരുന്നത്. അതിൽ നിന്നിപ്പോൾ അവർ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്ത് തന്നെയായിരുന്നാലും ഈ കേസിൽ CPM ഇതുവരെ സ്വീകരിച്ച നിലപാടുകൊണ്ട് അവരുടെ വിശ്വാസ്യതയും അവർക്ക് വല്ലാത്ത ഒരു വിശ്വാസ നഷ്ടം പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, പാഠം പഠിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. നൽകാത്ത സേവനത്തിന് വീണ വിജയൻ ഈ പറഞ്ഞ അത്രയും കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു. വിശ്വസിക്കുകയല്ലല്ലോ, ഇത് ഫാക്റ്റല്ല. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമല്ലല്ലോ. ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്. അതായത് കരിമണൽ കമ്പനി ബാങ്ക് ചാനൽ വഴി ഈ പണം കൊടുത്തുവെന്നും അതവർ വാങ്ങിയെന്നും അതിന് പ്രത്യേകം സേവനം കൊടുത്തിട്ടില്ല എന്നും ആരും നിഷേധിക്കാത്ത, വീണ പോലും ഇതുവരെ നിഷേധിച്ചിട്ടില്ല ആ പൈസ കിട്ടിയിട്ടില്ല എന്ന്. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞതിനൊരു ഫാക്ച്വലി അവർ പോലും നിശ്ചയിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ഇറ്റ്സ് അൺഡിസ്പ്യൂട്ടഡ് ഫാക്ട്. തീർച്ചയായിട്ടും ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നിൻ്റെ അവസാനമല്ല. വിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയാനുണ്ട്. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം.
മാത്യു കുഴൽനാടന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി അലക്സറ മുഹമ്മദുമായി സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ MLA. ഇഡിയുടെ അന്വേഷണം ഇനി പിണറായി വിജയനിലേക്ക് എത്തും എന്നായിരുന്നു നേരത്തെ മാത്യു കുഴൽനാടൻ നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. കാരണം CMRLന്റെ യഥാർത്ഥ സേവനം നൽകിയത് പിണറായി വിജയനാണ് എന്നാണ് മാത്യു കുഴൽനാടൻ ആ സമയത്ത് പറഞ്ഞത്. ഒരു സേവനവും നൽകാതെ CMRL എന്ന കമ്പനിയിൽ നിന്ന് എക്സാലോജിക്ക് പണം വാങ്ങിയെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും ആ കാര്യം തന്റെ ബോധ്യത്തിന്റെ പ്രശ്നമല്ല, അതൊരു വസ്തുതയാണെന്നും ആ കാര്യം വീണ പോലും നിഷേധിച്ചതായി എവിടെയെങ്കിലും നിഷേധിച്ചതായി തനിക്ക് അറിയില്ല എന്നുമാണ് മാത്യു കുഴൽനാടന്റെ ഇപ്പോഴത്തെ പ്രതികരണം വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ, എനിക്ക് തോന്നുന്നു മാത്യു കുഴൽനാടൻ നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ED പരിശോധനയിലൂടെ ഇതെല്ലാം വ്യക്തമാകുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.